ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ ഡ്യൂട്ടിയിലൊക്കെ മാറ്റം വന്നിട്ടുള്ള ഒരു പെട്ടെന്ന് ഒരു അപ്പൊ അവിടെ ആ ഒരു കമ്പാരിസം എവിടെയാണെങ്കിലും നമ്മള് നടത്തുമല്ലോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഓർണമെന്റ്സ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പുതിയ കസ്റ്റമേഴ്സ് വരാ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആളെ വേഗം കുളിപ്പിച്ച് കുറി തൊട്ട് കുട്ടപ്പനാക്കി ഞങ്ങൾ കൊണ്ടുവന്നിരുത്തിയിരിക്കുക. ലിയോസിന്റെ ജേണി ഒന്ന് പറയാമോ? ഹായ്, ഇന്ന് പതിവിലും വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് ലിയോസിന്റെ ഷോറൂമിലല്ല ഇന്നത്തെ കാര്യങ്ങൾ നടക്കണത്. നമ്മുടെ വീടാണ്. കുറെ നാളുകൾക്ക് മുമ്പ് നമ്മൾ ഹോം ടൂർ ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ വീട് റിലേറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തിരുന്നു. ഒരുപാട് കമന്റ്സും വന്നിട്ടുണ്ട്. ഇപ്പോഴും ഷോപ്പിൽ വരുന്നവര് ഹോം ടൂറിനെ കുറിച്ച് പറയുന്നവരും ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു ഇതില് ഹോം ടൂർ അല്ലെങ്കിൽ കൂടിയും നമ്മുടെ ലിയോസിന്റെ ചാനലില് ഒരുപാട് കമന്റ്സുകൾ വരാറുണ്ട്. ആ കമന്റ്സുകൾക്ക് ലിയോ ചേട്ടനെ കൊണ്ട് തന്നെ നമുക്കൊരു ആൻസർ കൊടുപ്പിക്കാം. അപ്പൊ അതിന് കുറച്ചും കൂടി ഒരു ആധികാരികത ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത് കാരണം രാവിലെ വീട്ടിലിരിക്കായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ശരി, നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഇന്ന് ഷോപ്പിൽ പോക്ക് നടക്കില്ല. ആളുടെ അടുത്ത് നേരത്തെ കൂട്ടി കാര്യങ്ങളൊന്നും പറഞ്ഞു വെച്ചാൽ നടക്കില്ല. പിന്നെ എന്താ കാര്യം? അപ്പൊ വന്നപടി ചന്തം ആളെ വേഗം കുളിപ്പിച്ച് കുറി തൊട്ട് കുട്ടപ്പനാക്കി ഞങ്ങൾ കൊണ്ടുവന്നിരുത്തിയിരിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന്റെ ഒരുപാട് സംശയങ്ങൾക്ക് ഒരു ആധികാരികതയോടുകൂടി ഒരു മറുപടി കൊടുക്കണമെങ്കിൽ ലിയോ ചേട്ടൻ അല്ലാണ്ട് പിന്നെ ആർക്കാ പറ്റുക? തീർച്ചയായിട്ടും ഞാൻ എന്താണ് നമ്മുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്റെ കർത്തവ്യം. അപ്പോ കാര്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ? തീർച്ചയായിട്ടും. അപ്പൊ ഫസ്റ്റ് തന്നെ അബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ചോദിച്ചിട്ടുള്ളത്. എബിൻ, ലിയോസ് ഒരു ഹോൾസെയിൽ ജ്വല്ലറി അല്ലേ? എങ്ങനെയാണ് ലിയോസിന് ഹോൾസെയിൽ വിലയിൽ സ്വർണം വിൽക്കാനായിട്ട് സാധിക്കുന്നത് എന്നാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. ലിയോസ് തീർച്ചയായിട്ടും ഒരു ഹോൾസെയിൽ ജ്വല്ലറി ആണ് എന്നുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിന് തന്നെ, നമ്മുടെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ആ ഒരു ബെനിഫിറ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും അവര് തന്നെ അത് ആ ബെനിഫിറ്റ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നിരുന്നാലും നമുക്ക് ഒരുപാട് പുതിയ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ ഡൗട്ട്സ് വളരെ കൃത്യം തന്നെയാണ്. ഇപ്പൊ എല്ലാവരും പറയും ഇടനിലക്കാര് ഇല്ലാത്ത ഒരു ജ്വല്ലറി എന്നുള്ളത് തന്നെ. ഇടനിലക്കാരില്ലാതെ എന്ന് പറയുമ്പോൾ അതിനൊരു വസ്തുതയുണ്ട്. ഇപ്പൊ നമുക്ക് പരസ്യങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പറയാം. ലിയോസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 35 വർഷത്തെ സേവന പാരമ്പര്യം അല്ലെങ്കിൽ ആ പ്രവൃത്തി പരിചയം നമുക്ക് തന്നെ അവകാശപ്പെടാവുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ആ ഒരു കോൺഫിഡന്റ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഒരു ആഭരണ നിർമ്മാണശാല എന്ന് പറയുന്നതിനകത്ത് എല്ലാവരും പറയുന്ന പോലെ തന്നെയല്ല. അതായത് നമുക്ക് ഒരു തട്ടാന്മാര് മാത്രം ഇരുന്ന് പണിതാൽ മാത്രം അത് തീരില്ല. അതിന്റെ പുറകിലും അതായത് അതിന്റെ ഡൈവർക്ക്, അതിന്റെ കട്ടിങ്, അതിന്റെ പോളിഷിങ് എന്ന് പറയുന്ന എല്ലാ തരത്തിലുള്ള എന്താ പറയാ ആ മാനുഫാക്ചറിങ്ങിന് വേണ്ട എവറിത്തിങ് നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഹോൾസെയിൽ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ കേരളത്തിലുള്ള കേരള ഓർണമെന്റ്സ് ആണ് നമുക്ക് കൂടുതലും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഓർണമെന്റ്സ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അത്തരത്തിലുള്ള നഗാസ് പോലെയുള്ള ഓർണമെന്റ്സും അതായത് അതെല്ലാം എന്താ പറയാ എംബോസ് ചെയ്തിട്ട് വേണം. എംബോസ് ചെയ്യാന്ന് കഴിഞ്ഞാൽ ഓരോ അച്ചിലും ഓരോ സ്വർണ്ണ തകിട് വെച്ചിട്ട് അടിച്ച് എടുത്താൽ മാത്രമാണ് ഓരോ ഡൈ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഡൈകൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഇവിടെ ചെയ്യാനായിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ട്. അപ്പൊ നമുക്ക് കേരള മോഡൽ മാത്രമല്ല, ആന്റിക്കായാലും ചെട്ടിനാടായാലും നഗാസ് ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ളത് വലിയ കസ്റ്റമേഴ്സിന് വലിയ നമ്മുടെ അവിടെ വന്ന് പർച്ചേസ് ചെയ്ത് പോകുമ്പോൾ അവരുടെ മുഖത്ത് ആ ഒരു സന്തോഷം അറിഞ്ഞിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഓരോ വീഡിയോസിലും പറയുന്നതാണ്. ഹോൾസെയിൽ ജ്വല്ലറാണ്, ലൈറ്റ് വെയിറ്റ് ജ്വല്ലറാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിൽ കൂടിയും പുതിയ 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 കസ്റ്റമേഴ്സ് വരുമ്പോ അവർക്ക് ഉള്ള ഡൗട്ടുകളാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം നമ്മുടെ ഷോപ്പില് ഒരു 40% ഒക്കെ എന്നും പുതിയ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ജനങ്ങള് നെഞ്ചിലേറ്റി എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ നമുക്ക് നിലവിലുണ്ടായിരുന്ന കസ്റ്റമേഴ്സ് മാത്രമല്ല, പുതിയ കസ്റ്റമേഴ്സ് വരാ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? രണ്ടാമത്തത് സ്റ്റിമിന എന്ന് പറഞ്ഞ ഒരു കസ്റ്റമറാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പല ജ്വല്ലറികളിലും അന്വേഷിച്ചു, പക്ഷെ നഗാസ് പോലെയുള്ള ഡിസൈൻസിന്റെ 10 പവനിൽ കുറഞ്ഞ വെഡിങ് സെറ്റ് കിട്ടുന്നില്ല. ലിയോസിൽ അവൈലബിൾ ആണോ? തീർച്ചയായിട്ടും അതിനും കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് തരാനായിട്ട് ലിയോസിന് സാധിക്കും. എന്താണെങ്കിൽ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഓർണമെന്റ്സ് ഒക്കെ നേരത്തെ വരുന്നുണ്ടായിരുന്നത് ശരിക്കും ബോംബെ പോലെ അല്ലെങ്കിൽ ബാംഗ്ലൂര് ഈ സെക്ഷനിൽ അവിടെ നോക്കിയാണ് ഇത്തരത്തിലുള്ള ഓർണമെന്റ്സ് നമുക്ക് നഗാസ് പോലെയുള്ള നല്ല ഹെവി വെയിറ്റ് ആയിരിക്കും. ആ വർക്ക് ഒരുപാട് സമയം എടുത്താലാണ് ആ വർക്ക് തീരുള്ളൂ.
ഇവിടെ പലരും 0% എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ആഭരണം വിൽക്കാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും അതിനൊക്കെ നല്ല എഫേർട്ട് ഉണ്ട്. ഒരു തട്ടാനെ സംബന്ധിച്ചിടത്തോളം അത് വർക്ക് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അതില് കൂലി കൊടുക്കാതെ പറ്റില്ല, ഉറപ്പായിട്ടും പറ്റില്ല. എന്നാൽ നമുക്ക് ഇന്നിവിടെ ഹെവി കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും സെയിൽ വേണം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഓർണമെന്റ്സ് പുറത്തുനിന്ന് വരുമ്പോൾ അത് ഹെവി ആയിട്ടുള്ള വെയിറ്റിലാണ് വരുന്നത്. ഇതെല്ലാം ലിയോസിനെ സംബന്ധിച്ച് ലിയോസ് അത് വളരെ ലൈറ്റ് വെയിറ്റില് നമ്മുടെ ഒരു കേരള സ്റ്റൈലിലേക്ക് അതിനെ കൊണ്ടുവന്ന് നമുക്കത് ലൈറ്റ് വെയിറ്റിലേക്ക് നമുക്ക് ആ ടൈപ്പ് വർക്കുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന ക്വസ്റ്റ്യനുള്ള ആൻസർ. നമ്മളിപ്പോ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5-6 എപ്പിസോഡുകൾക്ക് മുമ്പ് നഗാസിന്റെ 25 പവന്റെ ഒരു വെഡിങ് സെറ്റ് നമ്മൾ ഒരു 9 നെക്ക് പീസ് വെച്ചിട്ട് ചെയ്തിരുന്നു. നല്ല ഭംഗിയായിട്ടുള്ള നെക്ക് പീസുകളായിരുന്നു. ഞാനാണ് ആ വീഡിയോ ചെയ്തത്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പല ഡിസൈൻസുകള്, പാറ്റേൺസുകള്, ലൈറ്റ് വെയിറ്റിന്റെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണാനായിട്ട് പറ്റും. വർക്ക് ഉണ്ട്. ആ ലൈറ്റ് വെയിറ്റിൽ അത് പണിത് കൊണ്ടുവരണമെങ്കിൽ അതിന് ക്ഷമയോട് കൂടിയിട്ട് അത് വളരെയധികം കൂടുതൽ ടൈം എടുത്തതിൽ മാത്രമാണ് ആ വർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത് നമുക്ക് തരാനായിട്ട് സാധിക്കും. 10 പവന്റെ ആ ഒരു നെക്ലസ് എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ പകുതി വെയിറ്റിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തേക്ക് പോയാലോ? സൗമ്യ എന്ന് പറഞ്ഞ കസ്റ്റമറുടെ 3rd ക്വസ്റ്റ്യൻ ആണ്. എന്റെ മകളുടെ വിവാഹമാണ് സെപ്റ്റംബറിൽ. സ്വർണം ഇപ്പോഴേ ബുക്ക് ചെയ്യുന്നത് നല്ലതല്ലേ? തീർച്ചയായും ഒരുമിച്ച് പറഞ്ഞു. കാരണം എന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു ഗ്രാഫ് മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മതി. നമുക്കറിയാം, പ്രത്യേകിച്ച് ഇപ്പോ ഒരുപാട് ഗ്ലോബൽ ഇഷ്യൂസുകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഗോൾഡിന്റെ പ്രൈസ് റോക്കറ്റ് പോലെ തന്നെയാണ്, ഒരു സംശയം തന്നെ ഇല്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ ഡ്യൂട്ടിയിലൊക്കെ മാറ്റം വന്നിട്ടുള്ള ഒരു പെട്ടെന്ന് ഒരു ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ തന്നെ സ്വർണത്തിന്റെ വില വേറെ ലെവലിലേക്കാണെന്നുള്ളത് നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അഡ്വാൻസ് ഗോൾഡ് ഈ ബുക്കിംഗ് സ്കീമുകൾ നമുക്ക് ലിയോസിൽ അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അത് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുകൾ നമ്മുടെ ജ്വല്ലറിയിലുണ്ട്. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റിനോട് കൂടി ഈ എപ്പിസോഡ് ഞങ്ങൾ നിർത്തും. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ചേട്ടന് കുറച്ചധികം പറയാനുള്ള ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് ഒരു അതെങ്ങനെ മനസ്സിലായേ? അല്ല, എനിക്ക് ആ ഫ്ലോ കണ്ടപ്പോ എനിക്ക് ഡൗട്ട് തോന്നി. അത് ശരിയാ, നെക്സ്റ്റ് വരും. അപ്പൊ ഞാൻ ചോദിച്ചാലോ? ഇത് മുമ്പും ഒരുപാട് തവണ നമ്മുടെ ചാനലുകളിൽ പല ന്യൂസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ കൂടിയും ഞാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ഏറെക്കുറെ. അപ്പൊ ഷിജിനാണ് ചോദിച്ചിട്ടുള്ളത്, ലിയോസിന്റെ ജേണി ഒന്ന് പറയാമോ? അത് നമ്മളെ ആ ജേണി എന്ന് പറഞ്ഞ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നതാണ്. നമുക്കതങ്ങനെ പെട്ടെന്നൊന്നും മറന്നു പോകുന്നൊന്നല്ല. കാരണം എന്താണെങ്കിലും വന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ചാനലിലൊക്കെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ഞാനും വളരെ ഒരു സാധു കുടുംബത്തില് അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് ഫെയിലായി എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അവിടെ നിന്നാണ് ഇതിന്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ജേണിയില് നമുക്ക് ഇതിന്റെ പഠനമായിട്ടുള്ള ഭാഗങ്ങള്, അതായത് സ്വർണ്ണ തട്ടാന്മാരുടെ അടുത്ത് പോയിട്ടിരുന്നിട്ട് ആ വർക്ക് പഠിക്കുന്ന അന്ന് മുതലുള്ള ഒരു ജേണിയാണ്. അതങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീരൂല്ല. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും ആ ഒരു ക്വസ്റ്റ്യന് ഞാൻ ചെറിയ രീതിയിൽ ഞാൻ ആൻസർ ചെയ്യാം. അപ്പൊ എന്റെ ഒരു ജേണി എന്ന് പറയുന്നത്, ലിയോസിന്റെ ഒരു ജേണി എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ഒരു യൂണിറ്റിൽ കൂടെയാണ്. മീൻസ് എനിക്ക് ഞാൻ തന്നെ നേരിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് താഴത്തിരുന്ന് ചമ്മണം പണിഞ്ഞിരുന്നിട്ട്, പണ്ടൊക്കെ എല്ലാവരും വീടുകളിൽ ഒരു റൂമില് സ്വർണ്ണപ്പണി ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ അവിടെയൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. എന്റെ വീട് അറിയാം നിങ്ങൾക്ക്, അഞ്ചേരിയിലാണ്. ഒരുപാട് തട്ടാന്മാര് മാത്രമല്ല, എല്ലാ സമുദായക്കാരും ഇത്തരത്തിലുള്ള, അതായത് ഒരു വീട്ടില് ആ വീടിനോട് ചേർന്നുള്ള ചിലപ്പോ ഒരു മുറിയിലായിരിക്കും ചിലപ്പോ ആ വർക്ക് ചെയ്യുന്ന ഒരാളും അതോടൊപ്പം തന്നെ ചിലപ്പോ ആരെങ്കിലും ചിലപ്പോ ഒരു സഹായത്തിന് ചിലപ്പോ ആരെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ തുടങ്ങിയ ഒരുപാട് യൂണിറ്റുകളുണ്ട്. ഇന്നൊന്നും അങ്ങനത്തെ യൂണിറ്റുകളൊക്കെ വളരെ നാമാവശേഷമായി. അത് ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്. അപ്പൊ അങ്ങനെയാണ് ഞാനും ഈ ഒരു മേഖലയിലോട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ കൂടെ ആളുകളെ കൂട്ടി, അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നിപ്പോ ഇവിടുത്തെ വലിയ കോർപ്പറേറ്റ് ജ്വല്ലറികളിലൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് പോലും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഓർണമെന്റ്സുകൾ നമുക്ക് ഉണ്ടാക്കി നമ്മൾ ജ്വല്ലറികളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു മാനുഫാക്ചർ തന്നെയാണ് ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ.
എന്നാൽ നമുക്ക് അതോടൊപ്പം തന്നെ നമ്മള് ഈ പറയുന്ന രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള ഓർണമെന്റ്സ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സും അതേപോലെ തന്നെ റിലേറ്റീവ്സും ആണ് ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് കുറേശ്ശെ മേടിച്ച്. അപ്പൊ അവിടെ ആ ഒരു കമ്പാരിസൺ എവിടെയാണെങ്കിലും നമ്മള് നടത്തുമല്ലോ. ആ ഒരു കമ്പാരിസണിൽ നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ അറിവിലോ പരിചയത്തിലോ ഏതെങ്കിലും വല്ല സ്വർണ്ണപ്പണിക്കാരുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കും, നമുക്കിപ്പോ ഒരു പവന്റെ ചെയ്യെടുക്കണമെങ്കിൽ ഏകദേശം എത്ര കാശ് വരും, എങ്ങനെയാ പണിക്കൂലി വരിക, എന്നാൽ നിങ്ങൾക്ക് അത് പണിത് തരാൻ പറ്റുമോ, കടയിലൊക്കെ പോയി എടുക്കുന്നതിനേക്കാളും ലാഭം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കുമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നത് പോലെ തന്നെ ലിയോ ചേട്ടന്റെ അടുത്തും അങ്ങനെ ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ ചോദിച്ചിരുന്നു. അവിടെ വന്നിട്ട് വളയാണെങ്കിലും ചെയ്യാനാണെങ്കിലും അവര് പർച്ചേസ് ചെയ്തിരുന്നു. പതുക്കെ പതുക്കെ നമ്മുടെ ലിയോ ചേട്ടന്റെ ചെറിയ ചെറിയ വളർച്ചകളുടെ ഒപ്പം തന്നെ കൂടെ തന്നെ അതൊരു വെഡിങ് പർച്ചേസുകളിലേക്ക് വരെ ആ ഒരു ജേണി എത്തിക്കഴിഞ്ഞു. അപ്പൊ കല്യാണമുള്ള ആളുകൾ വരെ നമ്മുടെ ഇവിടുത്തെ വർക്ക്ഷോപ്പിൽ വന്നിട്ട് ഹോൾസെയിൽ ഡിവിഷനിൽ നിന്ന് ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ദൈവം സഹായിച്ച് ദൈവത്തിന്റെ ഒരു അനുഗ്രഹത്താൽ അങ്ങനെ എത്തിപ്പെട്ടു. അവിടെ നിന്നാണ് അപ്പോഴേക്കൊക്കെ ഞാൻ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടാ, ചെറിയ ചെറിയ അങ്ങനെ ഗ്രാജുവലി നമ്മുടെ ആ ഒരു ഇതില് വ്യത്യാസങ്ങൾ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുമല്ലോ. അതില് സൈഡിൽ കൂടെ ഭാര്യ എന്നുള്ള രീതിയിൽ ഞാനും സൈഡിലൊക്കെ ഒതുങ്ങി കൂടി വന്നു. പക്ഷെ ആ സമയത്തൊന്നും ഞാൻ ഷോപ്പിലേക്കോ വർക്ക്ഷോപ്പിലേക്കോ ഹോൾസെയിൽ ഡിവിഷനിലേക്കോ ഞാൻ അങ്ങനെയൊന്നും പോവാറൊന്നുമില്ല. നമ്മള് വീട്ടിൽ ഒതുങ്ങി കൂടുന്ന 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി കൂടുന്ന ഒരു നല്ല ഭാര്യയായിരുന്നു അല്ലെ. ചിരിക്കല്ലേ പറയണം, അവര് തെറ്റിദ്ധരിക്കോ? ടെൻഷൻ ഉണ്ട് കേട്ടാ. അങ്ങനെയൊന്നല്ല, എന്റെ കൂടെ തന്നെ നമുക്ക് എപ്പോഴും ഒരു വിജയത്തിന്റെ പുറകില് നമ്മുടെ സ്വന്തം ഭാര്യ എന്ന് പറയുന്നത് അത് വലിയൊരു നമുക്കൊരു കട്ട സപ്പോർട്ട് തന്നെയാണ്. എനിക്ക് ഇവിടെ ഇപ്പൊ നമ്മുടെ സ്റ്റോറിനകത്താണെങ്കിലും ഫീൽഡ് അവിടെ ഫുൾ ടൈം ഓൾമോസ്റ്റ് ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ ഒരുപാട് കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷനും ആ ഒരു റെഫറൻസും കെയർ ഓഫിൽ കൂടെ തന്നെയാണ് വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം, ഇപ്പോ നമുക്ക് മെയിൻ ചാനലുകളിലൊന്നും നമ്മളൊരു പരസ്യം കൊടുത്തിട്ടൊന്നല്ല നമ്മളുടെ ഇത്രയും കസ്റ്റമേഴ്സ് നമുക്ക് ഇവിടെ എത്തിയിട്ടുള്ളത്. വലിയൊരു സന്തോഷം തന്നെയാണ്. ഇപ്പൊ നമുക്ക് കാണാം, നമ്മളുടെ TV എല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരുപാട് പരസ്യങ്ങൾ ചെയ്യുന്നത് പോലെയൊന്നും നമ്മൾ ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മള് ഈ ഒരു സ്റ്റോറിൽ നിന്ന് കൊണ്ടുവന്നൊന്നും നമുക്കത് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഏറ്റവും ചെറിയ ഒരു പണിക്കൂലിയിൽ നിന്നിട്ടാണ് ഈ ഹോൾസെയിൽ ഡിവിഷനിൽ നമ്മൾ സെയിൽ ചെയ്യണത്. അപ്പൊ നമുക്ക് അതുപോലെയുള്ള വലിയ വലിയ TV പരസ്യങ്ങളൊന്നും കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇല്ല. അപ്പൊ നിങ്ങളോട് നേരിട്ട് നമ്മളുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ മാത്രമാണ് ഞങ്ങൾ ഇന്ററാക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഒരു കെയർ ഓഫും റെഫറൻസും ഇത്രയും 7-8 വർഷം കൊണ്ട് നമുക്ക് റീറ്റെയിലേക്ക് വന്നിട്ട് നമ്മൾ എത്ര ഏകദേശം 7 വർഷം കഴിഞ്ഞു. 7ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞത്. അപ്പോ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇത്രയും ആളുകളിലേക്ക് നമുക്കത് എത്തിക്കാനും സാധിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നമ്മൾ അപ്പൊ പറഞ്ഞു വന്നത് അങ്ങനെയാണ്. ജ്വല്ലറി നമ്മുടെ ഹോൾസെയിൽ ഡിവിഷനിൽ നിന്ന് വെഡിങ് പാർട്ടികൾ വരെ വന്ന് പർച്ചേസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ചിന്ത പോണത് നമുക്കൊരു ജ്വല്ലറി ആയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇതിനു മാത്രം ആളുകൾ നല്ല രീതിയിൽ ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഹോൾസെയിൽ ഡിവിഷനിൽ നിന്ന് വെഡിങ്ങിന്റെ ഒക്കെ ഓർണമെന്റ്സ് എടുത്തു പോയി തുടങ്ങിയപ്പോഴാണ് നമുക്ക് ആ ഒരു ചിന്ത തന്നെ പറഞ്ഞത്, നമുക്കൊരു ജ്വല്ലറി ആയിട്ട് തൃശ്ശൂർ എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കിയാലോ. അങ്ങനെയാണ് നമുക്ക് തൃശ്ശൂർ ഒരു പള്ളിക്കുളം പുത്തൻപള്ളിയുടെ പുറകില് ആ ഒരു മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അവിടെ തന്നെ ഒരു റൂം കാര്യങ്ങളൊക്കെ സെറ്റായി നമ്മൾ അവിടെ ഒരു ജ്വല്ലറി തുടങ്ങി. നല്ല രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ലിയോസിന് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അത്രയും ചാരിതാർത്ഥ്യത്തിൽ ഞങ്ങൾക്ക് പറയാനായിട്ടും സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇപ്പൊ ഒരുപാട് നേരമായില്ലേ, കുറെ നാളായി ഞങ്ങളുടെ ഇങ്ങനത്തെ ഒരു ഇന്ററാക്ഷൻ വന്നിട്ട്. ഇങ്ങനത്തെ ഞങ്ങൾ രണ്ടാളും അതിന് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടല്ലോ ഫീൽഡ്. ഇപ്പൊ നമ്മുടെ വിയ ഡയമണ്ട്സ് നമുക്ക് ഇപ്പൊ ഓപ്പൺ ചെയ്തിട്ട് 3-4 മാസമായി. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് തന്നെയാണ് നമുക്ക് ബാംഗ്ലൂര്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബാംഗ്ലൂര് നമ്മള് വിയ ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു നല്ല കട്ട സപ്പോർട്ട് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെയുള്ള ബാംഗ്ലൂർ ഒരുപാട് പേര് നമ്മുടെ ഭാഗത്ത് ഉള്ള കുട്ടികളും അല്ലെങ്കിൽ ഫാമിലീസും എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും അത് വിയേനെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണം. നമ്മളിപ്പോ 3 സ്റ്റോറാണ് ഓപ്പൺ ആയിട്ടുള്ളത്. നമുക്ക് ഇന്ദിരാനഗറിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സിറ്റിയിലെ പിന്നെ അതുപോലെ തന്നെ യലങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഗലേറിയ മാളിലും നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു സ്റ്റോർ മല്ലേശ്വരത്ത് നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് മന്തിലൊക്കെ നമുക്ക് അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഒരു നിങ്ങളുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രം തന്നെയാണ് നമുക്ക് ഇതെല്ലാം ചെയ്യാനും നമുക്ക് ഇവിടെ വരെ എത്താനും. ലിയോസിലേക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന്റെ ബേസിലാണ് നമ്മൾ വിയ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലിയോസിൽ തന്നെ നമ്മൾ തുടങ്ങിയത്. അവിടത്തെ തന്നെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമുക്ക് ബാംഗ്ലൂരും
3 സ്റ്റോർ ദൈവാനുഗ്രഹത്താൽ തുടങ്ങാനായിട്ടും സാധിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ബാംഗ്ലൂർ, കർണാടകയിൽ നിന്നൊക്കെ നല്ലോണം ലിയോസിൽ കസ്റ്റമേഴ്സ് വരാറുണ്ട്. അപ്പൊ നമ്മൾ അവരെയൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അല്ല, നേരത്തെ പറഞ്ഞ കാര്യത്തിനകത്ത് ആ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് നമ്മൾ ഈ ജേണി എന്ന് പറയുന്നതിനകത്ത് നമുക്ക്, ഞാൻ പറഞ്ഞില്ല, നമ്മൾ വേറെ വലിയൊരു പരസ്യങ്ങളും ഇല്ലാണ്ട് നമുക്ക് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണെങ്കിലും കേരളത്തിന്റെ തെക്കോട്ട് വടക്ക് വരെയുള്ള എല്ലാ ഏരിയയിൽ നിന്നും നമുക്ക് ഇവിടെ ഗോൾഡ് പർച്ചേസ് ചെയ്യാനായിട്ട് ആളുകൾ വരുന്നുണ്ട്. അത് വലിയ സന്തോഷം തന്നെയാണ്. അതോടൊപ്പം തന്നെ പുറത്തുള്ള സ്റ്റേറ്റിൽ നിന്നാണെങ്കിലും ഇനി മറ്റ് കൺട്രിയിൽ നിന്നാണെങ്കിലും നമുക്ക് UK എന്നാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ അന്വേഷിച്ച് ചിലപ്പോൾ ഒരു നാട്ടിലെ വെക്കേഷൻ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് നാളായി നിങ്ങൾ ഇൻസ്റ്റ ഒരു ഫോളോ ചെയ്യുന്നവരാണ്. നാട്ടിലേക്ക് വരുന്ന ഒരു അവസരത്തിലാണ് അവര് നമ്മുടെ ഷോപ്പിൽ വരണതും നമ്മളെ കാണണതും സംസാരിക്കണതും. അപ്പൊ അവർക്ക് നമ്മളോട് സംസാരിക്കുമ്പോ ഒട്ടും അകൽച്ചയില്ല. എന്താ വെച്ചാൽ അവരുടെ വീട്ടിലത്തെ ഒരു മെമ്പർ പോലെയാണ് നമ്മൾ നിൽക്കണത്. അവര് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്കൊരു അകൽച്ചയും നമ്മളുടെ അടുത്ത് തോന്നുന്നില്ല. അപ്പൊ അവരുടെ ആ ഒരു ഫേസ് കാണുമ്പോ തന്നെ നമുക്കറിയാം നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നവരാണ്. അവരുടെ ആ ഒരു നോട്ടവും ചിരിയും കാണുമ്പോ തന്നെ നമ്മളത് അങ്ങോട്ട് ചെല്ലും. നമുക്കറിയാം അത് കണ്ടിട്ടായിരിക്കാം വരുന്നത്. അപ്പോ സ്റ്റാർട്ടിങ് ഇങ്ങോട്ട് സംസാരിക്കാനുള്ള ഒരു മടിയായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മള് വേഗം അങ്ങോട്ട് തന്നെ ചെല്ലും. ഹായ് ബായ് ഒക്കെ പറഞ്ഞ് സംസാരിച്ച് ഓക്കെ ആവും. സെറ്റാണ്, ഓക്കെ ആണ്. അപ്പൊ അവരുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഒക്കെ അതിനോടനുബന്ധിച്ച് വീണ്ടും കസ്റ്റമേഴ്സ് നമ്മളെ തേടി എത്താറുണ്ട്. അതെ അതെ, അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഈ ഒരു ജേണിയിൽ ഉണ്ടായിട്ടുള്ള ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു എക്സ്പീരിയൻസ് ആണ്, വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ തരുന്ന ഈ സന്തോഷം തന്നെയാണ് നമുക്ക് ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോഴാണല്ലോ നമുക്ക് അടുത്തത് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടുന്നത്. അപ്പൊ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങള് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇന്നത്തെ ഈ എപ്പിസോഡ് നന്നായി ലെങ്ത് ആയിട്ടുണ്ടാവും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളോ. നല്ല രീതിയിൽ കമന്റുകൾ ഇട്ടോളോട്ടാ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്താണ് വരുന്നത്, ആ കമന്റുകളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.